നമ്മളോട് സംവദിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യ പണ്ഡിതരെ, സദസ്സിലിരിക്കുന്ന JIC, SYS, SKIC ജനറൽ ബോഡി അംഗങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സർവ്വലോക പരിപാലകനായ കരുണാവാരിധിയായ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിൽ സദാ വർഷിക്കുമാറാകട്ടെ. സമയക്കുറവ് കാരണം നേരെ വിഷയത്തിലേക്ക് കടക്കാം. സംഘാടനം എന്ന വിഷയത്തിൽ നിങ്ങളുമായി സംസാരിക്കാനാണ് സംഘാടകർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നാട്ടിൽ നിന്നുള്ള അനുഭവ സമ്പത്തുമായി ഗൾഫ് നാടുകളിലും ഒരുപാട് പ്രവർത്തന പരിചയമുള്ള നിങ്ങൾക്ക് എങ്ങനെയായിരിക്കണം ഒരു സംഘടനാ പ്രവർത്തകൻ, പ്രത്യേകിച്ചും ഒരു മതസംഘടനയുടെ പ്രവർത്തകൻ എന്നുള്ളതിനെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കിത്തരിക എന്നതായിരിക്കണം സംഘാടകരുടെ ലക്ഷ്യം. തീർച്ചയായും സംഘാടനത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് സംഘടന ആവശ്യമുണ്ടോ എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടതുണ്ട്. ഈയിടെയായിട്ട് പല ആളുകളും സംഘടന ആവശ്യമില്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. മതസംഘടനകൾ എന്ന ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം തന്നെ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സംഘടനാ പ്രവർത്തനം എന്നുള്ളത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് അതിനെതിരെ പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തുകയും പ്രഭാഷണങ്ങൾ പോലും സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഈയിടെ രംഗത്തെത്തുകയുണ്ടായി. അക്കൂട്ടത്തിലൊരാളെ ഞാൻ കാണുകയുണ്ടായി. അദ്ദേഹം ഇങ്ങനെ ഒരുപാട് സംസാരിച്ചു. എല്ലാ സംഘടനകളും കണക്കാണ്. സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഇസ്ലാമിക സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ സാധ്യതയുള്ള സംഗതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള പ്രസംഗങ്ങൾക്ക് ശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ആരാണ് നിങ്ങളെ നയിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്കൊരു കൺവീനറും ഒരു ചെയർമാനും ഉണ്ട്. സംഘടന വേണ്ട എന്ന് പറഞ്ഞ് സംഘടന ഉണ്ടാക്കുക. സംഘടന വേണ്ട എന്ന് പറഞ്ഞ് സംഘടന ഉണ്ടാക്കിയ ഒരു മതസംഘടനയിലെ സംഘടനാ പ്രവർത്തകരുടെ വാർത്തകൾ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണിപ്പോൾ. കാരണം വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വരുമല്ലോ. ആ സംഘടന ഉണ്ടാക്കിയത് സംഘടനാ പ്രവർത്തനം തെറ്റാണ് എന്ന് പറഞ്ഞുണ്ടാക്കിയ ഒരു സംഘടനയാണ്. ആ സംഘടന നിരന്തരമായിട്ട് ക്യാമ്പയിനുകളും പരിപാടികളും ഇപ്പോൾ നടത്തി വാർത്തകളും ഫോട്ടോകളും ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ സംഘടനാ പ്രവർത്തനം എന്നുള്ളത് ഒരു അനിവാര്യതയാണ് എന്നുള്ളത് സംഘടന വേണ്ട എന്ന് പറയുന്നവർക്ക് പോലും ബോധ്യപ്പെടുകയും സ്വയം തെളിയിക്കുകയും ചെയ്ത ഒരു സമയത്ത് ഒരു നേതാവിന് പിന്നിൽ അനുധാവനം ചെയ്തിരിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് എനിക്കും നിങ്ങൾക്കും ആരും ക്ലാസ് എടുത്തു തരേണ്ട കാര്യമില്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടന്നപ്പോൾ തൊട്ടപ്പുറത്ത് മസ്ജിദ് നബവിയുടെ തൊട്ടപ്പുറത്ത് മീറ്റിംഗ് നടക്കുകയാണ്. ആരായിരിക്കണം അടുത്ത നേതാവ്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ശരീരം ഖബറടക്കുന്നതിന് മുമ്പ് നേതാവിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്
നിർബന്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മീറ്റിംഗ് മസ്ജിദ് നബവിയുടെ തൊട്ടപ്പുറത്ത് നടന്നു. ഒരു നേതൃത്വത്തിന് പിന്നിൽ, ഒരു സമാജത്തിന് പിന്നിൽ അണിനിരക്കേണ്ടതിൻ്റെ അനിവാര്യതയെ ഇതിലുമപ്പുറം നമുക്ക് ബോധ്യപ്പെടുത്താനില്ല. മറ്റൊന്ന്, സംഘടന വേണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏത് സംഘടന എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പ്രത്യേകിച്ചും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന അമുസ്ലിം സുഹൃത്തുക്കൾ നമ്മളോട് ചോദിക്കുന്ന ഒരു വലിയ ചോദ്യം, ഞാൻ വരാൻ, പക്ഷേ എങ്ങോട്ട് വരും? എങ്ങോട്ട് വരും? ഈയിടെ ഒരു അമുസ്ലിം സുഹൃത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ശ്രദ്ധിച്ചു. ഹൈന്ദവ ജനവിഭാഗങ്ങൾക്കിടയിൽ ഒരുപാട് സംഘടനകളുണ്ട്, ഒരുപാട് ജാതികളുണ്ട്. പക്ഷെ അവരൊന്നും ഫേസ്ബുക്കിൽ അലക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ മുസ്ലിം സംഘടനകൾക്ക് ഇടയിൽ ജാതിയില്ലാത്ത ഒരു സമുദായത്തിൽ എന്താണ് ഇത്രത്തോളം പ്രശ്നം? ഏത് സംഘടന എന്ന് ഒരു അമുസ്ലിം സഹോദരൻ ചോദിക്കുമ്പോൾ അവനെ വിളിക്കുക, അവനോട് പറയുക, കേരളത്തിലേക്ക് ഇസ്ലാം കടന്നു വന്ന ഒരു കാലഘട്ടമുണ്ട്. പ്രവാചകനെ അനുധാവനം ചെയ്തുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം മതത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള ആത്മസത്ത എന്താണോ അത് ലോകത്തിന് പരിചയപ്പെടുത്താനും വേണ്ടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കുമായി വിന്യസിക്കപ്പെട്ട സ്വഹാബിമാരിലൂടെയും അതുപോലെ തന്നെ താബിഈങ്ങളിലൂടെയും ഒക്കെ കേരളത്തിലേക്ക് കടന്നു വന്ന ഒരു ഇസ്ലാമിൻ്റെ മനോഹരമായ ഒരു ചിത്രം. ആ ഒരു മനോഹാരിതയിൽ, ആ ഒരു അടിത്തറയിൽ, ആ ഒരു ആഴ്ന്നിറങ്ങിയ വേരിൽ, ആ വേരിൻ്റെ ബലത്തിലാണ്, ആ വേര് എത്രത്തോളം ആഴ്ന്നിറങ്ങിയോ അത്രത്തോളം വളർന്ന് വളർന്ന് ഈ വടവൃക്ഷം കേരളത്തിൽ പടർന്ന് പന്തലിക്കുകയാണ് ഉണ്ടായത്. ആ ഒരു ചരിത്ര യാഥാർത്ഥ്യത്തെ, ആ ഒരു സത്യത്തെ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് മുമ്പിൽ പരിചയപ്പെടുത്താനുള്ള ബാധ്യത നമുക്കുണ്ട്. പലപ്പോഴും പലരും ഉത്തരം മുട്ടിപ്പോകുന്ന ഒരു സംഗതിയാണ്. കാരണം യൂട്യൂബിൽ നിങ്ങൾ തെറിപ്രസംഗം എന്ന് ടൈപ്പ് ചെയ്താൽ വരിവരിയായി കുറേ ലിങ്കുകൾ കാണാം. അതെല്ലാം മതസംഘടനാ നേതാക്കൾ പരസ്പരം തെറി വിളിച്ചതിൻ്റെ നേർചിത്രങ്ങളാണ്. വെറുതെ നിങ്ങളൊന്ന് പോയി ടൈപ്പ് ചെയ്ത് നോക്ക്, തെറിപ്രസംഗം. അപ്പോൾ ഇത് കാണുന്ന ഒരാൾക്ക് ഞാൻ എങ്ങോട്ട് വരണം എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും സംശയങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് നിങ്ങൾ ഇസ്ലാമിനെ ഇങ്ങനെയാണ് പരിചയപ്പെടുത്തേണ്ടത്. ഇസ്ലാം കേരളത്തിൽ വളർന്നത് വാളുകൊണ്ടല്ല. സൂഫി വര്യന്മാരായ മഹാപണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിലൂടെ കേരളം ഇസ്ലാമിനെ അറിയുകയായി. ഒരു നായർ തറവാട്ടിൽ നിന്ന് ഒരു വ്യക്തി മുസ്ലിമാകണം എന്ന് ഒരു ഭരണാധികാരി ഉത്തരവിറക്കുകയാണ് കേരളത്തിൽ. പണ്ടുകാലങ്ങളിൽ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ, ഹൈന്ദവ സഹോദരന്മാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ മഴ പെയ്യാതിരുന്നാൽ ഒരു മുസ്ലിമിനെ കൊണ്ടുവന്ന് പാർപ്പിക്കുമായിരുന്നു. അത്രേ. ഒരു മുസ്ലിം വന്ന് അവിടെ താമസിച്ചാൽ മഴ പെയ്യും എന്നാണ് വിശ്വാസം. ഇസ്ലാം കേരളത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്നിപ്പോൾ മുസ്ലിമിനെ ആട്ടിപ്പായിക്കേണ്ടി വരും മഴ പെയ്യുന്നത്. ആ കോലത്തിലാണ് പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇസ്ലാമിൻ്റെ ആത്മീയമായ ആത്മാർത്ഥത്തിൽ നിന്ന് അതിനെ പറിച്ചു നടുകയും ചില കെട്ടുകാഴ്ചകളിലേക്ക് ഇതിനെ കൊണ്ടുവെക്കുകയും ചെയ്തതിൻ്റെ പരിണിത ഫലം അതാണ്. ആ ഇസ്ലാമിനെ, അതാണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം, അതാണ് ഞങ്ങൾ അനുധാവനം ചെയ്യുന്നത്, അതിലേക്കാണ് നിങ്ങൾ വരേണ്ടത് എന്നുള്ള ഒരു ചിത്രം ഈ പറയുന്ന സഹോദരന്മാർക്ക് പകർന്നു കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്.
ഈയിടെ എൻ്റെ കൂടെ പഠിച്ച ഒരു അമുസ്ലിം സഹോദരൻ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് ഗുരുതരമായ ഒരു രോഗം ബാധിച്ചിരിക്കുന്നു. ഗുരുതരമായ രോഗം. അപ്പോൾ ഞാനതിൻ്റെ ചികിത്സാവശങ്ങളും ഒക്കെ അന്വേഷിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുകൂടി വേണം എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ നബിയോടും എൻ്റെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഈ സഹോദരൻ എനിക്ക് ടൈപ്പ് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവമാണെന്ന് വിശ്വസിക്കുന്ന അമുസ്ലിങ്ങൾ നമുക്ക് ചുറ്റും ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് എത്രത്തോളം ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മൾ എത്രയോ പ്രസംഗങ്ങൾ നടത്തി, എത്രയോ പാതിരാ പ്രസംഗങ്ങൾ നടത്തി, എത്രയോ വഴലുകൾ സംഘടിപ്പിച്ചു, എത്രയോ ക്യാമ്പയിനുകൾ നടത്തി, സിംബോസിയങ്ങൾ നടത്തി, സെമിനാറുകൾ നടത്തി, പുസ്തകങ്ങൾ ഇറക്കി. ഏത് ചെവികളിലേക്കാണ് ഇത് എത്തിച്ചേർന്നത്? സംഘടനാ പ്രവർത്തകർ, മത സംഘടനാ പ്രവർത്തകർ ചിന്തിക്കണം. നിങ്ങളൊരു മതസംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ ആ മതത്തിൻ്റെ നന്മകളെ പരമാവധി പൊലിപ്പിച്ചു നിർത്തുവാൻ, പരമാവധി ഇതര സമൂഹങ്ങളിലേക്ക് അതിൻ്റെ വെളിച്ചം പ്രസരിപ്പിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. അത് നമ്മുടെ ദൗത്യമാണ്. അതിനാണ് നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്. ആ ഒരു നന്മയുടെ സന്ദേശം ലോകത്തിന് പകർന്നു കൊടുക്കാനുള്ള ബാധ്യത എനിക്കും നിങ്ങൾക്കുമുണ്ട്. അതിന് പകരം നമ്മൾ ഈ അക്ഷരപൂജകളിൽ അഭിരമിച്ചുകൊണ്ട് പരസ്പരം വാളോങ്ങി നടക്കുക മാത്രമാണ് ചെയ്യുന്നത്. സംഘടനാ പ്രവർത്തകർ നിർബന്ധമായും സംഘടനാ പ്രവർത്തനത്തോടൊപ്പം തന്നെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കാതെ യഥാർത്ഥ ഇസ്ലാമിനെ മറ്റു സമൂഹങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക സാധ്യമല്ല. ഈ സഹോദരനെ എനിക്ക് ഒരുപാട് സംസാരിക്കേണ്ടി വന്നു നബി ദൈവമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ. അങ്ങനെ എത്രയോ സഹോദരന്മാർ നമുക്ക് ചുറ്റും ഉണ്ട്. നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ നമുക്കൊരു ഇഖ്ലാസ് ഉണ്ടാവണം, നമുക്കൊരു ആത്മാർത്ഥതയുണ്ടാവണം. കെട്ടുകാഴ്ചകളുടെയും കാർണിവലുകളുടെയും നടുവിൽ നിൽക്കുന്ന ഒരു മജീഷ്യനായിട്ട് സംഘടനാ പ്രവർത്തകൻ മാറാൻ പാടുള്ളതല്ല. അങ്ങനെ മാറുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഒരു മുസ്ലിം അയൽവാസിയെ കിട്ടാൻ നമ്മുടെ നാട്ടിലെ ഹിന്ദു സഹോദരന്മാർ കൊതിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒരു മുസ്ലിം അയൽവാസി, ആ അയൽവാസി തൊട്ടപ്പുറത്ത് വന്നാൽ തൻ്റെ വീട്ടിൽ പട്ടിണി കിടക്കേണ്ടി വരില്ല എന്ന ബോധ്യം അവനുണ്ടായിരുന്നു. അവൻ ചതിക്കില്ല, അവൻ സാമ്പത്തികമായി പറ്റിക്കില്ല. ബോധ്യങ്ങൾ, അത്തരം ബോധ്യങ്ങളാണ് ഇസ്ലാമിനെ വളർത്തിയത്. ഇസ്ലാം പടർന്ന് പന്തലിച്ചത് ആ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ്. വേരുകളില്ലാത്ത മരം പെട്ടെന്ന് പൂതലിച്ച് തകർന്നു പോകും. ആ വേരുകളാണ് നമ്മളെ നിലനിർത്തുന്നത്. ഏത് വേരുകൾ? അതേക്കുറിച്ചാണ് ഒരു സംഘടനാ പ്രവർത്തകൻ ചിന്തിക്കേണ്ടത്. സംഘടന വേണോ എന്ന് നമ്മൾ ചിന്തിച്ചു. ഏത് സംഘടന എന്ന് നമ്മൾ തീരുമാനിച്ചു. ഇനി ആ സംഘടന എന്താണ് എന്നുകൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സ്വന്തം സംഘടനയെക്കുറിച്ച്, ഏത് സംഘടനയിലാണോ താൻ പ്രവർത്തിക്കുന്നത് അതിനെക്കുറിച്ച് കൃത്യമായ അവബോധം, കൃത്യമായ വിവരം, അതിൻ്റേതായ ആഴത്തിൽ അറിഞ്ഞുകൊണ്ട് വേണം ഓരോ സംഘടനാ പ്രവർത്തകനും മുന്നോട്ട് വരാൻ. പലപ്പോഴും നമ്മളതിന് മുതിരാറില്ല. അതുകൊണ്ടാണ് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും ബബ്ബബ്ബാന്ന് അടിച്ചു പോകുന്നത്. കാരണം നമ്മൾ പഠിക്കാൻ ശ്രമിക്കാറില്ല. നമുക്ക് വലിയ വലിയ ശബ്ദഘോഷങ്ങളോടാണ് താല്പര്യം. 13,000 വാട്ട്സ് ശബ്ദം ഗംഭീരമായിരുന്നു എന്ന് പറയും ഒരു പ്രസംഗം കഴിഞ്ഞിട്ട്. എന്താണ് പ്രസംഗിച്ചത് എന്ന് ചോദിച്ചാൽ പറയാൻ ഒന്നും ഉണ്ടാവില്ല. ഗംഭീര ശബ്ദമാണ് ഉസ്താദിൻ്റെ. ആത്മാവറിയാതെയുള്ള ആഘോഷങ്ങളിലേക്ക് നമ്മുടെ ഇസ്ലാമിക സംഘടനാ പ്രവർത്തനം മാറിയാൽ തീർച്ചയായും വലിയ വില കൊടുക്കേണ്ടി വരും.
കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ അപകടമായിട്ട് എനിക്ക് തോന്നിയത് അതാണ്. ഇസ്ലാമിനെ അതിൻ്റെതായ അർത്ഥത്തിൽ നമ്മൾ പരിചയപ്പെടുന്നുമില്ല, പരിചയപ്പെടുത്തുന്നുമില്ല. പരിചയപ്പെടേണ്ടത് നല്ല നല്ല പുസ്തകങ്ങളിലൂടെ, നല്ല നല്ല ഉസ്താദുമാരിലൂടെ, അവരുടെ വാക്കുകളിലൂടെ, അവരുടെ ജീവിതത്തിലൂടെ. ജീവിതമായിരുന്നു സന്ദേശം. നമ്മുടെ ഉസ്താദുമാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം ചെയ്ത സംഘടന. ഞാൻ നേരത്തെ പറഞ്ഞു, തെറിപ്രസംഗം എന്ന് ടൈപ്പ് ചെയ്താൽ യൂട്യൂബിൽ നിരനിരയായി ലിങ്കുകൾ വരും എന്ന്. അതിൽ ഞാൻ ഈ അടുത്തും പരിശോധിച്ചിരുന്നു, സമസ്തയിൽ നിന്നുള്ള പണ്ഡിതന്മാരുടെ എണ്ണം തുലോം കുറവാണ്. തീരെയില്ല എന്ന് പറയുന്നില്ല, തുലോം കുറവാണ്. അതൊരു കൾച്ചറാണ്, അതൊരു സംസ്കാരമാണ്. ഇസ്ലാമിക സംസ്കാരം എന്ന് പറയുന്നത് അതാണ്. സംഘടനാ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിന് മുമ്പ് സംഘടന എന്താണ് എന്ന് നമുക്ക് നിശ്ചയം വേണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആഴത്തിലുള്ള വേരുകളിലേക്ക് ഇറങ്ങുന്ന പഠനം. സംഘടനയെക്കുറിച്ച് നടത്താതെ പോയാൽ തീർച്ചയായും നമ്മൾ സംവാദങ്ങളിൽ തപ്പിപ്പിടിക്കും. കാരണം മറ്റു പലർക്കും സംഘടന പഠിപ്പിക്കാൻ മാത്രമായിട്ട് പീരിയഡുകളും ദിവസങ്ങളുമുണ്ട്. സംഘടന പഠിപ്പിക്കാൻ മാത്രമേ. സംഘടന പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് സംഘടനയൊന്നുമല്ല പഠിപ്പിക്കുന്നത്, കുറേ ഇഞ്ചക്ഷനുകളാണ്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ വളരെ നിഷ്കളങ്കമായിട്ട് അവർ പറഞ്ഞിട്ട് ചിരിളിച്ച് കേട്ട് നിന്നാൽ നടക്കൂല. പഠിക്കണം. എന്താണ് സംഘടന? പഠിക്കുമ്പോൾ അതിൻ്റെ വേരുകളിലൂന്നി, ആഴത്തിലൂന്നി പഠിക്കണം. അപ്പോഴാണ് ആ വൃക്ഷത്തിൻ്റെ മനോഹാരിത നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുക. അത് നടക്കാതെ പോകുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാവാതിരിക്കുന്നത്. ഹൈന്ദവ സഹോദരങ്ങളായാലും മറ്റു ഇതര സമൂഹങ്ങളായാലും നമ്മെ തെറ്റിദ്ധരിക്കുന്നതും അതുകൊണ്ടാണ്. വെള്ളയിൽ കടപ്പുറത്ത് ഒരു സംഭവം ഉണ്ടായി. ശിവസേന ലീഗുകാരുടെ കൊടിമരം നശിപ്പിച്ചു. ലീഗുകാർ തിരിച്ചു നശിപ്പിച്ചു. അങ്ങനെ ശിവസേനക്കാർ വീണ്ടും ഈ കൊടി നാട്ടാൻ വേണ്ടി വരുമ്പോൾ പ്രകടനമായിട്ട് വരികയാണ്. ആ സമയത്ത് ഇപ്പുറത്തുനിന്ന് ഭയങ്കര തക്ബീർ. തക്ബീർ കേട്ട ഉടനെ ഇതിലാരോ പറഞ്ഞു, മാപ്പിളാർ പെരുന്നാൾക്ക് മൂരിനറക്കുമ്പോൾ ചെല്ലണ ഓടിക്കോളി മക്കളെ നോക്കും. മനസ്സിലായേ? പെരുന്നാൾക്ക് മൂരിനറക്കുമ്പോൾ ചെല്ലുന്നതാണ് ഈ തക്ബീർ എന്നാണ് ഈ ചെങ്ങായിയുടെ ധാരണ. അതിനുവേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ ജീവനും കൊണ്ട് ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് ഓടിയത്. നമ്മുടെ സഹോദര സമുദായാംഗങ്ങൾ നമ്മെ തിരിച്ചറിയേണ്ടത് നമ്മുടെ ജീവിതത്തിലൂടെയും നാം അവർക്ക് കൊടുക്കുന്ന സന്ദേശങ്ങളിലൂടെയുമാണ്. നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ 20-25 വർഷം ഒരേ മുറിയിൽ കഴിയുന്ന ഒരു ഹൈന്ദവ സഹോദരന് പോലും ഇസ്ലാം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മളിൽ പലർക്കും കഴിയാറില്ല. അത് വലിയൊരു തെറ്റാണ്. അയാളത് സ്വീകരിച്ചോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യം. നമുക്കൊരു ബാധ്യതയുണ്ട്. ആ ബാധ്യത നമ്മൾ നിറവേറ്റണം. അത് നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് ഉദ്ധരിക്കുക എന്ന് പറഞ്ഞിട്ട് ഖുർആൻ എടുത്ത് നിർത്തി പഠിപ്പിക്കുകയല്ല വേണ്ടത്. നിങ്ങളിൽ നിന്ന് പഠിക്കാൻ അവന് തോന്നണം. അവനിങ്ങനെ ചോദിക്കണം, എന്താണിത്, എന്താണിത് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ PGക്ക് വിക്ടോറിയ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിലൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു, ഒരു കന്യാസ്ത്രീ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മത കാര്യങ്ങളിൽ താല്പര്യമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മൾ ക്രിസ്ത്യാനിറ്റിയുടെ പ്രശ്നങ്ങളും അങ്ങനെ സംവാദങ്ങളൊക്കെ നടത്തും. ആ സമയത്ത് എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഓരോ ദിവസവും ഓരോ ചോദ്യവുമായിട്ട് ഈ കന്യാസ്ത്രീ വരും. നിങ്ങളുടെ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഓരോ ദിവസവും പ്രശ്നം. അവസാനം എനിക്ക് യാതൊരു നിവൃത്തിയില്ല. ആ കന്യാസ്ത്രീക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി എനിക്കൊരുപാട് പഠിക്കേണ്ടി വന്നു.
അത്തരത്തിലുള്ള ആരോഗ്യകരമായ സംവാദങ്ങൾ. ഞാൻ വിശുദ്ധ ഖുർആന്റെ പരിഭാഷ മുഴുവനായും വായിക്കുന്ന ആ സമയത്താണ്, അതിനുമുമ്പ് വായിച്ചിട്ടില്ല. നമ്മളെ കൂടുതൽ പഠിപ്പിക്കാൻ, നമ്മെ കൂടുതൽ നാം എന്താണ് എന്ന് തിരിച്ചറിയാൻ ഇത്തരം സംവാദങ്ങൾക്ക്, ആരോഗ്യകരമായ സംവാദങ്ങൾക്ക് സാധ്യമാണ്. സംഘടനാ പ്രവർത്തകർ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ്. സംഘടന വേണോ എന്ന് നമ്മൾ ചിന്തിച്ചു, സംഘടന വേണം എന്ന് തീരുമാനിച്ചു, ഏത് സംഘടന എന്ന് ചിന്തിച്ചു, ഏത് സംഘടന എന്ന് തിരഞ്ഞെടുത്തു, സംഘടനയെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു, പഠിച്ചു. ഇനിയാണ് കളി. ഇനിയുള്ള കളിയിലാണ് എല്ലാം കുഴഞ്ഞു മറിയാൻ. ഇനിയാണ് സംഘടനാ പ്രവർത്തനം. ഒരു സംഘാടകൻ എങ്ങനെയായിരിക്കണം, ഒരു സംഘടനാ പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള നിലത്തിറങ്ങിയുള്ള പണി. അതാണ്, അല്ലാതെ വാട്സപ്പിലിരുന്നുള്ള ടൈപ്പിംഗ് അല്ല, ഫേസ്ബുക്കിലുള്ള കമൻറ്റുകളല്ല. നിലത്തിറങ്ങി സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ ഒരു സംഘടനാ പ്രവർത്തകന്, പ്രത്യേകിച്ചും ഒരു മതസംഘടനാ പ്രവർത്തകൻ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. പലപ്പോഴും നമ്മൾ വ്യതിചലിച്ചു പോകുന്ന, അതായത് എന്തിനു വേണ്ടിയാണോ ഈ പണി, അതിൻ്റെ നേരെ വിപരീതത്തിലേക്ക് നമ്മുടെ വ്യക്തിത്വം മാറിപ്പോകും ചില സംഘടനാ പ്രവർത്തകരുടെ പരിപാടി കണ്ട. SKSSFന്റെ ഒരു ചെറുപ്പക്കാരൻ, പ്രവർത്തകനായ ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം അദ്ദേഹവുമായിട്ട് ഒന്നിച്ച് കിടക്കേണ്ടി വന്ന സമയത്ത് സുബ്ഹി ഖളാക്കി. സുബ്ഹി ഖളാക്കി ഇതിനെക്കുറിച്ച് അദ്ദേഹം ന്യായീകരണമായിട്ട് പറഞ്ഞത്, ഞാൻ ഇന്നലെ പോസ്റ്ററുകൾ ഒട്ടിച്ച് 2:30ക്കാണ് വന്നത്. പോസ്റ്ററുകൾ ഒട്ടിച്ച്, എന്തിൻ്റെ പോസ്റ്റർ? SKSSFന്റെ പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ചിട്ട് 2:30ക്ക് വന്ന് കടന്നുറങ്ങിയിട്ട് സുബ്ഹി ഖളാക്കി. എന്തിൻ്റെ പോസ്റ്റർ ഒട്ടിച്ചാണ്? SKSSFന്റെ പോസ്റ്റർ. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആത്മാവിനെ അറിയാതെയുള്ള സംഘടനാ പ്രവർത്തനം ചെന്നെത്തുന്ന അപകടം പതിയിരിക്കുന്നത്. നമ്മൾ സംഘടനാ പ്രവർത്തകരാണ്, പക്ഷേ ഏത് സംഘടന, എന്തിനു വേണ്ടി എന്ന് നമ്മൾ ഇതിൻ്റെ ആഴത്തിലിറങ്ങുമ്പോൾ, സംഘടനാ പ്രവർത്തനത്തിൻ്റെ തിരക്കിനിടയിൽ നിസ്കരിക്കാൻ മറന്നു പോകുന്ന ആളുകൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ എന്തിനാണ് ഈ സംഘടന? ആ തരത്തിൽ ഇതിൻ്റെ ആത്മാവിനെ തന്നെ നഷ്ടപ്പെടുത്തി നിങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തേണ്ട കാര്യമില്ല. പ്രത്യേകിച്ചും മതസംഘടനയിൽ പ്രവർത്തിക്കുന്നവർ ഇത്തരം വിഷയങ്ങളിൽ ജാഗ്രത പാലിച്ചിട്ടില്ല എങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, അവനവൻ നന്നാവണം, എന്നിട്ടേ നമുക്ക് നമ്മുടെ പിന്നിൽ വരുന്ന ഒരു 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 വിങ്ങുണ്ട്, ഒരു സമാജമുണ്ട്, അവരെ നന്നാക്കാൻ കഴിയും. കോഴിക്കോട് ഒരു സ്കൂളിൽ ഒരു കഥയാണ് പറയാൻ. ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ആ സമയത്ത് സ്കൂളിലേക്ക് സ്കൂൾ ഇൻസ്പെക്ടർ കടന്നു വരിക. സ്കൂൾ ഇൻസ്പെക്ടർ നമ്മളെ AU എന്നൊക്കെ പറയും. ആ സമയത്ത് കുട്ടികൾ ഇങ്ങനെ മഴയത്ത് ആർത്തലച്ച് മയ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിക്കുക. അപ്പോൾ കോഴിക്കോട് മലപ്പുറം പ്രൊണൗൺസിയേഷൻ മഴക്ക് മയാണ്, എത്ര നോക്കിയാലും നമുക്കങ്ങോട്ട് ശരിയാവില്ല. അപ്പോൾ ഈ ഇൻസ്പെക്ടറാണെങ്കിൽ കുറച്ച് തെക്കുള്ള ആളാണ്. അയാൾ കുറച്ച് രോഷാകുലനായി, ഈ സ്കൂളിലെ മലയാളം മാഷ് എനിക്കിപ്പോൾ കാണണം. അങ്ങനെ മലയാളം മാഷ് വിളിച്ചു വരുത്തി. മലയാളം മാഷ് പറഞ്ഞു, അതിപ്പോൾ സാറേ മയക്ക് മയ എന്നല്ലാതെ പിന്നെ എന്താ പറയാ, മനസ്സിലായ? അതിൽ കുറച്ചുകൂടെ ഇൻസ്പെക്ടർ കുറച്ചുകൂടെ വിറളി പിടിച്ചു. ഞാനിത് DD ഓഫീസിലേക്ക് റിപ്പോർട്ട് ചെയ്യും, ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇങ്ങനെ ഇതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിപ്പോൾ ഹെഡ് മാഷ് ഇപ്പോൾ കാണണം. അങ്ങനെ ഹെഡ് മാഷിൻ്റെ മുറിയിലെത്തി. ഹെഡ് മാസ്റ്റർ മുറിയിലെത്തിയിട്ട് ഇൻസ്പെക്ടർ പറഞ്ഞു, ഞാൻ കയറി വരുമ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളൊക്കെ മഴക്ക് മയ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ മലയാളം മാഷോട് ഞാൻ ഇക്കാര്യം അന്വേഷിച്ചു, അദ്ദേഹവും പറയുന്നത് മഴക്ക് മയ എന്ന് തന്നെയാണ്. ഇത് വലിയ പ്രയാസമാണ്, ഞാനിത് റിപ്പോർട്ട് ചെയ്യുന്നു.
അതിൽ ഹെഡ് മാഷ് പറഞ്ഞു, അതിപ്പോൾ നമ്മളെ തയക്കവും പയക്കം വെച്ച് നോക്കുമ്പോൾ മയക്കും മയാന്നല്ലാതെ പിന്നെ എന്താ പറയുക. മനസ്സിലായേ? അപ്പോൾ എവിടെ പ്രശ്നം കിടക്കുന്നത്? അവിടെയാണ്, തലപ്പത്താണ് പ്രശ്നം. അവിടുന്ന് ഇങ്ങോട്ട് പ്രശ്നം തന്നെയാണ്. നേതാവ് നന്നായില്ലെങ്കിൽ പിന്നെ അവിടുന്ന് ആശാനക്ഷരം ഒന്ന് പിഴച്ചാൽ ശിഷ്യന് പിന്നെ എല്ലാം പിഴക്കും. നേതാവ് നന്നാവുക, നേതാവ് ഇറങ്ങുക, നേതാവ് ഇറങ്ങണം. നേതാവ് ഇറങ്ങാതെ കാറിലിരുന്നിട്ട് ഓർഡർ ചെയ്യാല്ല നേതാവ്. ഖന്തക്ക് യുദ്ധം നടക്കുന്ന സമയത്ത് കിടങ്ങ് കുഴിക്കാൻ വേണ്ടി സ്വഹാബികൾ പണിപ്പെടുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഏത് ഉന്നത സോപാനത്തിലും ഇരുത്തും സ്വഹാബിമാർ. പക്ഷേ അവിടെ എന്താണ് നടക്കുന്നത്? ഇറങ്ങുകയാണ് നമ്മുടെ കരളിൻ്റെ കഷ്ണമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിലത്തിറങ്ങുകയാണ്, മണ്ണിലിറങ്ങുകയാണ്, പിക്കാസ് എടുത്തിറങ്ങുകയാണ്. എന്നിട്ടോ എല്ലാവരും വിഷമത്തിലാണ്, പട്ടിണിയിലാണ്, ദാരിദ്ര്യത്തിലാണ്, ഒരു പിടി വറ്റില്ല. ഒരു കല്ല് കെട്ടിവെച്ച സ്വഹാബിക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു കൊടുത്തു 2 കല്ല് കെട്ടിവെച്ച വയർ. അതാണ് മാതൃക. നമുക്ക് മാതൃകയുണ്ട്, നമുക്ക് വലിയ മാതൃകയുണ്ട്, ചെറുതല്ല, വലിയ മാതൃക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം വലിയ മാതൃക നമുക്കില്ല. നമ്മുടെ റോൾ മോഡൽ അതാ. നിങ്ങളുടെ സംഘടനയുടെ ലക്ഷ്യം എന്താണ് എന്ന് തിരിച്ചറിയുന്നത് അവിടെ നിന്നാണ്. വാട്ട് അബൌട്ട് ദി ഓർഗനൈസേഷണൽ മിഷൻ? അതറിയുമ്പോൾ നിങ്ങൾ ഇറങ്ങും, ഒരു സംശയം വേണ്ട. നിങ്ങൾ ഇറങ്ങിയിരിക്കും, നിങ്ങൾ നിലത്തിറങ്ങി പണിയെടുക്കും. സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങൾ കൊടികുത്തണം, നിങ്ങൾ പോസ്റ്റർ ഒട്ടിക്കണം. നിങ്ങൾ കൊടികുത്താൻ വേണ്ടി മണ്ണ് മാന്തിയിട്ട് ആ മണ്ണിനിടയിൽ കിടക്കുന്ന വെള്ളാരങ്കല്ലിന്റെ കഷ്ണങ്ങൾ നിങ്ങളുടെ നഖത്തിന്റെ ഇടയിലേക്ക് ഇങ്ങനെ കയറി പോറി മുറിവുണ്ടാവണം. അതാണ് സംഘടനാ പ്രവർത്തനം. അപ്പോഴാണ് നിങ്ങൾ ഒരു സംഘടനാ പ്രവർത്തകൻ ആകുന്നത്. അല്ലാതെ ഫോണിൽ ഒരു 4 ഫോണ് മുമ്പിൽ വെച്ചിട്ട് 10-40 ആളെ വിളിച്ചിട്ട് എന്താണാ നീ അത് ചെയ്യാത്തത്, എന്താണാണ് നീ ഇത് ചെയ്യാത്തത്? നേതാവാണ്, നേതാവ് പറഞ്ഞനുസരിക്കാൻ കുറേ അണികൾ. അതല്ല സംഘടനാ പ്രവർത്തനം. നല്ലൊരു സംഘാടകന്റെ ഏറ്റവും നല്ല ലക്ഷണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റിയും ഉണ്ടാവണം. സെൻസിബിലിറ്റി മാത്രം പോരാ, സെൻസിറ്റിവിറ്റിയും ഉണ്ടാവും. ബുദ്ധി മാത്രം പോരാ, വികാരവും ഉണ്ടാവണം എന്ന് പച്ചമലയാളത്തിൽ പറഞ്ഞു. ബുദ്ധിയിൽ പലതും കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷേ നല്ലൊരു നേതാവാകാൻ സാധിക്കില്ല. നല്ലൊരു നേതാവാകണമെങ്കിൽ ആ സംഘടനയുടെ തലപ്പത്തിരിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാവണം, ഒരു വൈകാരികത ഉണ്ടാവണം. നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ പലതരത്തിലും ഹലോ എന്ന് പറയും, അല്ലേ? ഭാര്യ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് വിളിക്കുമ്പോൾ ഹലോ എന്നൊരു നല്ലൊരു മ്യൂസിക്കൽ ട്യൂണാണ് വരിക. കുറച്ച് പഴക്കം ചെല്ലുമ്പോൾ ട്യൂൺ ഇങ്ങനെ മാറും. ഹലോ, എന്താണ് വേഗം പറയുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാറി മാറി വരും. നമ്മുടെ വികാരമാണ് ഈ വൈബ്രേഷനായി മാറുന്നത്, വോക്കൽ വൈബ്രേഷൻ എന്ന് പറയും. ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആൾ, അയാൾ കൊടുക്കുന്ന ഒരു കമാൻഡ്, ഒരു കമാൻഡിങ് പവർ എന്നുള്ളത് സംഘടനാ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു കാര്യമാണ്. അയാൾ പറഞ്ഞത് കേൾക്കണം, കേൾക്കുമ്പോൾ മനസ്സ് നിറഞ്ഞു കേൾക്കണം. അല്ലാതെ എന്താപ്പം ചെയ്യുക നമ്മുടെ തല ചൊറിഞ്ഞിട്ടല്ല കേൾക്കുക. മനസ്സ് നിറഞ്ഞ് പണിയെടുക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സമാജത്തിന് സാധിക്കുമ്പോഴാണ് അയാൾ നല്ലൊരു നേതാവാകുന്നത്. അങ്ങനെ ആ സമാജം മനസ്സ് നിറഞ്ഞ് പണിയെടുക്കണമെങ്കിൽ
നേതാവിൻ്റെ ഭാഷയിലും ഭാവത്തിലും പെരുമാറ്റത്തിലും എന്തുണ്ടാവണം? വൈകാരികത ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാകണം. സെൻസിബിലിറ്റി മാത്രം ഉണ്ടായാൽ പോരാ. സെൻസിബിലിറ്റി മാത്രമുള്ള നേതാവാണ് എന്ത് ചെയ്യുക? പണിയൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് സുഖമായിട്ട് കൂർക്കം വലിച്ച് കടന്നുറങ്ങും. നല്ല ബുദ്ധിയുണ്ട് അയാൾക്ക്, കാരണം മേത്ത് മണ്ണാവുന്നില്ല. പക്ഷെ രണ്ടാമത്തെ ഗുണം കൂടിയുള്ള നേതാവ് എന്ത് ചെയ്യും? നേരെ ഇറങ്ങും. വാടാ എന്ന് പറഞ്ഞിട്ട് മുമ്പിലിറങ്ങും. അപ്പൊ പിന്നാലെ വരും. ആ സമാജം പിന്നാലെ വരും. ഒരു സംശയവും വേണ്ട. അല്ലേ? മാതൃകയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഇതിനൊക്കെ മാതൃകയുള്ളത്. ഓരോ സംഘടനാ പ്രവർത്തകനും, നമ്മൾ പ്രത്യേകിച്ചും ഇസ്ലാമിക സംഘടനാ പ്രവർത്തകർക്കൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകനേക്കാൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു മാതൃകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ആ ഒരു മാതൃകയിൽ ഊന്നിക്കൊണ്ട് തന്നെയാവണം നമ്മുടെ ഓരോ രീതികളും. അത് പറയാനാണ് ഞാൻ ഇക്കാര്യം സൂചിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ധി ഒപ്പിടുകയാണ്, ഹുദൈബിയ സന്ധി. ഹുദൈബിയ സന്ധിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ചരിത്രം പഠിച്ചവരാണ് നിങ്ങൾ, നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. മുസ്ലിങ്ങൾക്ക് സഹിക്കാനാവാത്ത അള്ളാഹുവിൻ്റെ പ്രവാചകരെ, നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിൽക്കേണ്ട അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കരാർ? മുസ്ലിങ്ങൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്ത നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു കരാർ. ആ കരാറിലാണ് ഒപ്പുവെക്കുന്നത്. ദീർഘകാലത്തേക്ക് മക്കം ഫത്ഹിലേക്കുള്ള ദൂരം കുറച്ചത് ആ കരാറാണെന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മക്കത്ത് നിന്ന് ഒരാൾ മദീനയിലേക്ക് പോയാൽ അയാളെ തിരിച്ചുവിടണം, മദീനയിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നാൽ തിരിച്ചുവിടേണ്ടതില്ല എന്നൊക്കെ തുടങ്ങി ഒരുപാട് നിർദ്ദേശങ്ങളുള്ള കരാർ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതിയത് വെട്ടി അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്ന് മതി എന്ന് തീരുമാനിച്ച കരാർ. സ്വഹാബിമാർ സ്വാഭാവികമായിട്ടും വൈകാരികമായിട്ട് ഉണർന്നു. അവർക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. പലരും പൊട്ടിക്കരഞ്ഞു. അക്കൊല്ലം ഉംറ കർമ്മം പൂർത്തിയാക്കാൻ അവർക്ക് സാധിച്ചില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ഇറങ്ങുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ തലമുണ്ടനം ചെയ്യുന്നു, ബലിയെറുക്കുന്നു. കൂടെയുള്ളവർക്ക് മറ്റു നിവൃത്തിയില്ല. നേതാവ് എന്ത് ചെയ്യുന്നോ അത് അനുയായികൾ അനുസരിക്കുന്നു. മാതൃകയാണ്. അവിടെയാണ് നമ്മുടെ മാതൃക. നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെയും ആ ഒരു മാതൃക പുലർത്താനുള്ള ധാർമ്മികത നമ്മൾ കാണിക്കണം. അപ്പോഴാണ് സംഘടനാ പ്രവർത്തനം വിജയിക്കുന്നത്. സംഘടനാ പ്രവർത്തനങ്ങൾക്കിടയിൽ, ഞാൻ അവസാനിപ്പിക്കേണ്ട സമയമായി പറയണം, ഓക്കെ, സംഘടനാ പ്രവർത്തനങ്ങൾക്കിടയിൽ നമുക്ക് ചില പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. അത് വേറൊന്നുമല്ല, വല്ലാതെ പ്രകോപിപ്പിക്കുമ്പോൾ നമ്മൾ തിരിച്ചും എന്തെങ്കിലും പറഞ്ഞെന്ന് വരും, അല്ലേ? വല്ലാതെ കൊണ്ട് പ്രകോപിപ്പിക്കുമ്പോൾ മാനുഷികമായിട്ടുള്ള ഒരു സംഭവമാണത്. നമ്മൾ തിരിച്ച് പറയും, സ്വാഭാവികം. പക്ഷേ അതുണ്ടാക്കുന്ന അന്തരീക്ഷ മലിനീകരണം എത്രത്തോളം വലുതാണ് എന്ന് നമ്മൾ ആലോചിക്കാറില്ല. സംഘടനാ പ്രവർത്തകർ നിങ്ങളുടെ നേതാക്കളെ ആദരിക്കണം, ആരാധിക്കരുത്. ആദരിക്കണം, ആരാധിക്കരുത്.
ഭക്തി വേണ്ട, ആദരിച്ചാൽ മതി. പക്ഷേ പലർക്കും ഭക്തി മൂത്തിട്ട് എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടുത്തമില്ല. കാലിൽ വീണു അല്ലേ, സുജൂദ് ചെയ്യണോ, ഒരു പിടുത്തമല്ല. അങ്ങനത്തെ കൂട്ടരുണ്ട് അല്ലേ. ബസ്സിൽ നിന്ന് കാന്തപുരം എന്ന് വിളിക്കുമ്പോഴേക്കും അല്ലാഹു അക്ബർ എന്ന് പറയണേ, അങ്ങനത്തെ കൂട്ടരും നമുക്കിടയിലുണ്ട്. അപ്പം അത്തരം ഒരു സംഘടന ഭ്രാന്ത് എന്ന് പറയുന്ന സംഗതി നമുക്കുണ്ടാവാൻ പാടില്ല. അത് ഭ്രാന്താണ്. സംഘടന ഒരു വികാരമാകണം. സംഘടന വികാരമാകേണ്ടത് വൈചാരികമായ വികാരമാണ്, അല്ലാതെ ഭ്രാന്തമായ വികാരമല്ല. ഭ്രാന്തിലേക്ക് മാറിയാൽ നമ്മൾ പിടുത്തം വിട്ടുപോകും. പിന്നെ പറയുന്നത് എന്താണെന്ന് നമുക്ക് യാതൊരു പിടുത്തം ഉണ്ടാവില്ല. ലാസ്റ്റ് നമ്മൾ ഔട്ടാകും. എവിടുന്ന്? സംഘടനയിൽ നിന്നല്ല, മതത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന തരത്തിൽ നമ്മുടെ പ്രതികരണങ്ങൾ മാറിപ്പോകുന്നു. പലപ്പോഴും ക്ലാസ് റൂമുകളിലും വാട്സാപ്പുകളിലും ഫേസ്ബുക്കുകളിലും ഇസ്ലാമിക പ്രബോധനം നടത്തുന്നവർ, സംഘടനാ പ്രവർത്തകർ നിർബന്ധമായും ചിന്തിച്ചിരിക്കേണ്ട ഒരു വസ്തുതയാണ്, മാതൃക പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുറൈശികൾ എനിക്കുമേൽ ചൊരിയുന്ന ശാപങ്ങൾ തട്ടിത്തട്ടി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? അവർ കളിയാക്കുന്നത് മുദമ്മമിനെയാണ്, ഞാനോ മുഹമ്മദും. മുദമ്മം എന്നാൽ വെറുക്കപ്പെട്ടവൻ, മുഹമ്മദ് എന്നാൽ വാഴ്ത്തപ്പെട്ടവൻ. നിങ്ങൾ ഒരാൾ തെറി വിളിക്കുമ്പോൾ അതേപോലെ അതിനിരട്ടിയായിട്ട് കൊടുത്താലേ നമുക്ക് ഉറക്കം വരും അല്ലേ. അന്നത്തെ ദിവസം സമാധാനമായിട്ട് ഉറങ്ങണമെങ്കിൽ ഇരട്ടി കൊടുക്കണം. പക്ഷേ മാതൃകയില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നും. അല്ലാഹുവിന്റെ പ്രവാചകനും സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ഇങ്ങനെ നടന്നു പോകുമ്പോൾ എതിർവശത്ത് നിന്ന് യഹൂദരുടെ ഒരു കൂട്ടം വരുന്നു. യഹൂദരുടെ കൂട്ടത്തിൽ നിന്ന് അസ്സലാമു അലൈക്കും എന്നതിന് പകരം അസ്സാമു അലൈക്കും എന്നാണ് വരുന്നത്. അത് പലരും അന്ന് മുസ്ലിങ്ങളെ കളിയാക്കുന്നതിന് വേണ്ടി, ശപിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പദമാണ് അസ്സാമു അലൈക്കും. അസ്സാമു എന്നാൽ മരണം, ശാപം എന്നൊക്കെയാണ് അർത്ഥം. പക്ഷേ നമ്മൾ കേൾക്കുന്ന ആൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ അത് തിരിഞ്ഞു കൊള്ളുന്നില്ല അല്ലേ ഉസ്താദ്? അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അസ്സലാമു ലാ അതിലില്ലെങ്കിലും നമ്മൾ ചിലപ്പോൾ മടക്കും. അസ്സാമു അലൈക്കും എന്ന് യഹൂദരുടെ കൂട്ടം പറയുന്നു. പ്രവാചകൻ ക്ഷുഭിതനായില്ല, വഅലൈക്കും അത്ര പറഞ്ഞു. പക്ഷേ കൂടെയുള്ള ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവർക്കത് സഹിക്കാനായില്ല. ആരെയാണ് ഇവർ ആക്ഷേപിക്കുന്നത്? ലോകത്തിന് അനുഗ്രഹമായി അവതരിച്ച പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ യഹൂദക്കൂട്ടം ആക്ഷേപിക്കുകയാണ്. എങ്ങനെ സഹിക്കാനാവും? ആരാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ? പ്രവാചകനെ ഇത്രത്തോളം സ്നേഹിച്ച പ്രവാചക പത്നി വേറെ ഏതാണ്? എനിക്ക് വേണം പ്രവാചകനെ, എനിക്ക് കിട്ടണം മുഴുവനായി എന്നാഗ്രഹിച്ച ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലേ? ആ ആയിഷ ഈ യഹൂദക്കൂട്ടത്തെ ശപിച്ചു, തിരിച്ചും ശപിച്ചു, ശാപവാക്കുകൾ ഉച്ചരിച്ചു, അസഭ്യം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിർത്ത്, മതിയാക്ക്, അസഭ്യം പറയരുത്, അസഭ്യം പറയാൻ പാടില്ല. ആയിഷ ബീബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, റളിയല്ലാഹു അൻഹ, പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ കേട്ടില്ലേ അവരെന്താണ് പറഞ്ഞത് എന്ന്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ ഞാൻ എന്താണ് പറഞ്ഞത് എന്ന്? തീർന്നു, പ്രശ്നം തീർന്നു. പഠിപ്പിച്ചിട്ടില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? അങ്ങനെയല്ല നമ്മൾ ഇസ്ലാമിക പ്രബോധനവും ഇസ്ലാമിക സംഘടനാ പ്രവർത്തനവും നടത്തേണ്ടത്. ഒരാൾ ഒരു തെറി പറയുമ്പോൾ തിരിച്ച് 2 തെറി പറയുന്നതല്ല സംഘടനാ പ്രവർത്തനം. അത് നമ്മുടെ സംസ്കാരമായി മാറിയാൽ അയാളും നമ്മളും തമ്മിൽ
യാതൊരു വ്യത്യാസവും ഇല്ലാതാവും. മാത്രവുമല്ല അയാൾ ചെയ്തതൊക്കെ നമ്മൾ ചെയ്തതൊക്കെ അയാൾക്കും കിട്ടും. അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോവും, നന്മകൾ ഇങ്ങനെ പോവും. ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ച് മാത്രം ചെയ്യണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ ഓടിക്കുന്നു കയറുന്ന സഹോദരന്മാരായി മാറരുത് നമ്മുടെ സമുദായ സഹോദരങ്ങൾ. പലപ്പോഴും ഈ വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും വലിയൊരു ദുരന്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം അതാണ്. കാരണം ഏതെങ്കിലും വിവരം കെട്ട മനുഷ്യൻ പ്രവാചകനെ അവഹേളിക്കും. ഇവൻ എന്തു ചെയ്യും? ഈ ഇസ്ലാമിക പ്രബോധകൻ അതിനേക്കാൾ വൃത്തികെട്ട രീതിയിൽ തിരിച്ചും പറയും. വീണ്ടും അവിടെ നിന്ന് മറുപടി വരും. അവസാനം ഈ മറുപടി മാത്രം സ്ക്രീൻഷോട്ട് ആവും. എന്നിട്ട് ഇവനെ പിടിച്ച് അടിക്കും, എവിടെയെങ്കിലും വെച്ചിട്ട്. ഖത്തറിലോ അല്ലേ, ഇങ്ങനെ നമ്മൾ പലയിടത്തും കാണാറുണ്ട്. എവിടെയെങ്കിലും വെച്ച് പിടിച്ചടിക്കും. ഈ ഒരു തരത്തിലുള്ള സംഘടനാ പ്രവർത്തനം തീർച്ചയായും നമുക്ക് ഹാനികരമാണ്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. നമ്മുടെ മതം, ഈ നന്മയുടെ മതം, ലോകം മുഴുവൻ വെളിച്ചമായി അവതരിച്ച മതം, ഈ മതത്തെ അനുധാവനം ചെയ്യുന്ന നാം ഓരോരുത്തരും ഈ മതത്തിന്റെ വെളിച്ചം ലോകത്തിന് പ്രസരിപ്പിക്കാൻ ബാധ്യസ്ഥരാണ്, പ്രത്യേകിച്ചും സംഘടനാ പ്രവർത്തകർ. ലോകത്തിന് എങ്ങനെ പ്രസരിപ്പിക്കണം എന്ന് ചോദിച്ചാൽ അതിന് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇഖ്ലാസ് ഉണ്ടാവണം, ഒരു ആത്മാർത്ഥതയുണ്ടാവണം, ഒരു സത്യസന്ധതയുണ്ടാവണം. നമ്മൾ നന്നാവണം. അപ്പോഴാണ് ലോകത്തിലേക്ക് ഇതിങ്ങനെ പ്രസരിക്കുക. നിങ്ങളൊരു നല്ല മനുഷ്യൻ ഇവിടെ ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ അതിൻ്റെ ചുറ്റും ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ കൂടും. നിങ്ങൾ ചീത്ത മനുഷ്യനാണെങ്കിൽ നിങ്ങളിങ്ങനെ വരുമ്പോഴേക്കും ആ കൂട്ടം ഇങ്ങനെ പിരിഞ്ഞ് പോകും. ഒരു സംശയം വേണ്ട. ഒരു സംഘടനാ പ്രവർത്തകൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ അയാളിലേക്ക് ഒരു സമാജം ഇങ്ങനെ വരണം. ആ സമാജം അയാളിലൂടെ വളരണം, ലോകത്ത് വളരണം. അപ്പോഴാണ് ആ സംഘടനയും സമാജവും വിജയിക്കുന്നത്. അത്തരത്തിൽ നല്ല സംഘടനാ പ്രവർത്തകരാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംഘാടനം എന്ന വിഷയത്തിൽ കൃത്യമായ ബോധം നൽകി ചിന്തിക്കാനുള്ള വഴികൾ തുറന്നു തന്ന് നമുക്ക് വിഷയം അവതരിപ്പിച്ചു തന്ന